രണ്ടത്താണിയായാലും മൂന്നത്താണിയായാലും മൂന്നല്ല നാലായാലും മനുഷ്യരെ ആശിപ്പിക്കുന്നതിന് ഒരു അതിര് വേണം. ഞങ്ങൾക്ക് മലപ്പുറത്ത് കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത് ശരിയാ. മലപ്പുറത്ത് മാത്രമല്ലെന്നേ, തൊട്ടടുത്ത ജില്ലയിലൊക്കെ ആ പ്രശ്നമുണ്ട്. ഞങ്ങൾ ചില ഹോട്ടൽ വ്യവസായികളെയൊക്കെ ചാക്കിട്ട് പിടിച്ച പലയിടത്തും മത്സരിപ്പിക്കുന്നത്. സംഗതിയൊക്കെ ശരിയാ. പക്ഷെ മലപ്പുറത്ത് താനൂരില് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലൊരാളെ കൈവാക്കിന് കിട്ടിയപ്പോഴേ ഞങ്ങളൊന്ന് പ്രതീക്ഷിച്ചു പോയി, ആശിച്ചു, മനസ്സിലൊരു സ്വപ്നം വിരിഞ്ഞതാ. പക്ഷെ എന്താ പറ്റിയത്? മുട്ടനാടിന് പിന്നാലെ നടന്ന ഒരു കുറുക്കന്റെ കഥയുണ്ടല്ലോ, അവസാനം അതുപോലെ ആയിപ്പോയി. ചൊവ്വാഴ്ചയാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ സാദിഖ് അലി ശിഹാബ് തങ്ങള് പ്രഖ്യാപിച്ചത്. സത്യം പറഞ്ഞാല് ലീഗിന്റെ ചരിത്രത്തിലെ അത്ഭുതകരമായ ഒരു ലിസ്റ്റ് പട്ടിക എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. രണ്ട് സ്ത്രീകള്, അതിലൊരാൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളല്ല, പുറത്തുനിന്നുള്ള ഒരാളാണ്, മറ്റൊരു പെൺകുട്ടി. അവര് ലീഗിന്റെ നേതാക്കളെ തന്നെ വിമർശിച്ചിട്ടുള്ള ആളാണ്. അത് മാത്രമല്ല ചെറുപ്പക്കാർ, 40% ആളുകൾ ചെറുപ്പക്കാരാ. പഴയ നേതാക്കൾ ചിലരൊക്കെ ഉണ്ടെങ്കിലും കുറെ ആളുകളെ കൊണ്ട് മാറ്റി നിർത്തി. MK മുനീർ അടക്കം. മുനീറിന് ആരോഗ്യ പ്രശ്നമാണ്, അത് വേറെ കാര്യം. അപ്പൊ 40% ചെറുപ്പക്കാരാ വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ ഒന്നാം തരം തട്ടുപൊളിപ്പൻ ലിസ്റ്റാണ് നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങള് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചത്.